കടുവ ഇറങ്ങിയെന്ന സംശയത്തിൽ ആശങ്കയിലാണ് കോഴിക്കോട് കുമിളി നിവാസികൾ. ഇന്നലെ രാത്രി കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. അതേസമയം കടുവയാണെന്ന സാധ്യത തള്ളാതെ വനം വകുപ്പും രംഗത്തെത്തി. ഭീതി വേണ്ടെന്നും ജാഗ്രത മതിയെന്നും അധികൃതർ അറിയിച്ചു. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കുമിളിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ കടുവയുടെ ഒരു സാന്നിധ്യം കണ്ടു എന്ന് നാട്ടുകാർ വ്യക്തമാക്കിയത്. തുടർന്നാണ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. എന്നാൽ ആ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ കടുവയാണ് എന്നത് തള്ളിക്കളയാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് അത്തരത്തിൽ കടുവയായിരുന്നുവെങ്കിൽ വീട്ടിൽ വളർത്തു മൃഗങ്ങളെയൊക്കെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിലൊക്കെ തന്നെയും ഈ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ 2 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ ഭീതിയിൽ തന്നെയാണുള്ളത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു കടുവയെ കണ്ടത്. അപ്പോൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയൊരു ഭീതി തന്നെയാണ്. ഇന്നലെ ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഒരു ഫോൺ കോൾ വരുന്നത്. പിന്നെ ഈ വീട്ടിലെ സെയ്തുക്ക എന്ന് പറഞ്ഞ അയാളൊരു കർഷകനാണ്, ക്ഷീര കർഷകനാണ്. ഇവിടെ ഫാമൊക്കെ ഉണ്ട്. അപ്പം തൊട്ടടുത്ത ഈ വീട്ടിലെ ചെറിയ മോനാണ് സെയ്തുക്ക വിളിച്ച് വിവരം അറിയിക്കുന്നത്. ഇവർ രാത്രി കിടക്കാൻ സമയത്ത് വാതിൽ ക്ലോസ് ചെയ്യാൻ വന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുകയും ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ഗേറ്റിലേക്കാണ് ആ മൊബൈൽ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 30 മീറ്റർ അകലത്തിലുള്ള ഒരു ഫോട്ടോ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കടുവയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഞങ്ങളിപ്പോൾ നേരം വെളുക്കുവോളും ഈ പ്രദേശത്ത് ഞാനും വിശേട്ടനും സെയ്തുക്കയും ഇവർ 3 പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഹോട്ടൽ ജോലിക്കാർ മറ്റ് ജോലിക്കാരൊക്കെ കടന്നു പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ വഴി മാറ്റി വിടുകയും നേരം വെളുക്കുവോളം ഇവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ അത്തോളി പോലീസ് വിവരം അറിയിച്ചു. അവർ ഏകദേശം ഒരു മണിയോടുകൂടി ഇവിടെ എത്തി. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഏകദേശം ഒരു 1:30 മണി അല്ലേ 2 മണിക്ക് ഉള്ളിൽ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പരിസരമൊക്കെ രാത്രി ആയതുകൊണ്ട് തന്നെ ഉള്ളോട്ടൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയ സമയത്ത് ഇവിടെ കാൽപ്പാടുകളൊന്നുമില്ല. ആ ഫോട്ടോയിൽ കാണുന്ന കാഴ്ചയിൽ ആ ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഈ വീട്ടിൽ നിന്നുള്ള നിലവിളി ശബ്ദം കേട്ട് ഒരു പക്ഷേ തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. കാരണം മേലോട്ട് പോകുന്നത് പിന്നെ ചെങ്കൽ പാതയാണ്. അവിടെ കാല് പതിയാനുള്ള സാധ്യതകളും ഇല്ല. അപ്പോൾ ചതുപ്പ് നിലങ്ങളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽപ്പാടുണ്ടാവുമല്ലോ. ഈ പ്രദേശത്ത് എത്ര വീടുകൾ അല്ലെങ്കിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടാവും ഏകദേശം ഈ പ്രദേശത്ത് നമ്മളെ ഒരു 300-350 ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിന് വീടുകൾ ഇതിന് തൊട്ടപ്പുറത്ത് പാലോറമല MDT കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇപ്പോൾ 4 സ്ക്വാഡായിട്ട് ഈ പരിസരങ്ങളിലൊക്കെ ഇന്നിപ്പോൾ കാലത്ത് മുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും 100% അത് തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുവാനുള്ള തെളിവുകളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്നാൽ കൂടിയും ആ ഒരു സംശയം തള്ളിക്കളയാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്കും അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2 ക്യാമറകളാണ് നിലവിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൈറ്റ് പെട്രോളിംഗ് അടക്കം ഇവിടെ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പ്രദേശവാസികളൊക്കെ തന്നെയും വലിയ രീതിയിലാണ്. 250-ലധികം വീടുകളുണ്ട് ഇവിടെ. എന്തായാലും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവർക്ക് നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.